നിങ്ങൾ അധികാരത്തിലുണ്ടെങ്കിൽ ഇതേപോലെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഇതുപോലെ വിരൽ ചൂണ്ടി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതിപ്പോഴും തുടരും. പി കെ ഗോപൻ, കാഫിർ സ്ക്രീൻഷോട്ട്, അതിനോടൊപ്പം രക്ഷാപ്രവർത്തനം, ഈ രണ്ടു കേസുകളിൽ വീണ്ടും അന്വേഷണം ഉണ്ടാവുക എന്നുള്ളതാണ് UDF ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്. ഒന്നും മറക്കാനാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങളെ ചിലത് ഓർമ്മിപ്പിക്കും എന്നത് തന്നെയാണോ? ആദ്യം അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. അതൊക്കെ ഭരണമാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിന്റെ വസ്തുത യാഥാർത്ഥ്യബോധത്തോടുകൂടി ഈ കാര്യങ്ങൾ കാണുമ്പോൾ അടഞ്ഞുകിടന്ന പലതും ഞങ്ങൾ തുറന്ന് സമർപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ അധികാരത്തിന്റെ ഇടനാഴികളിൽ പല ദല്ലാളന്മാർക്കും പലതും അടച്ചു വെച്ചിരുന്നു, അതൊക്കെ തുറന്നു കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് തുറക്കട്ടെ, അവരെ ജനം തിരിച്ചറിയട്ടെ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പക്ഷേ കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ച്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് രാജ്യത്തിനാകെ മാതൃകയായ ഒരുപാട് നടപടികൾ സ്വീകരിച്ച ഒരു ആഭ്യന്തര വകുപ്പാണ്. ആ പോലീസ് സേനയ്ക്ക് തൂവൽ ചാർത്തിക്കൊണ്ട് ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നടന്ന ജിഷ വധക്കേസിലെ പ്രതിയെ പിടിക്കാൻ കഴിയാതെ ഡോക്ടർ ഗോപൻ, ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് ഇതേ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ മർദ്ദനമുറകളെ കുറിച്ചാണ്. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ ഗൺമാൻമാർ ആ വാഹനത്തിൽ നിന്ന് പോലീസ് പിടിച്ചു മാറ്റിയ പ്രതിഷേധക്കാർക്ക് നേരെ ഇറങ്ങി വന്ന് ഉപയോഗിക്കാൻ കഴിയാത്ത ലാത്തി ഉപയോഗിച്ച് അവരുടെ കഴുത്തിന് മുകളിൽ തല്ലിയെന്ന് അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നു ചൈത്ര തെരേസ ജോണ്ടെ. അങ്ങനെ നീതി കിട്ടിയില്ല എന്ന തോന്നലിൽ നിന്നാണ് വീണ്ടും പരാതിയുമായി അവർ വരുന്നത്. ചരിത്രത്തെ മറക്കാനും മറയ്ക്കാനുമുള്ള നിങ്ങളുടെ വ്യഗ്രത എല്ലായിടത്തും എടുത്ത് പ്രയോഗിക്കണ്ട. പോലീസിന്റെ മികവിനെ കുറിച്ചല്ല, പിഴവിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മികവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് PRD ഉണ്ട്, നിങ്ങൾക്ക് പരസ്യം നൽകാം. പിഴവിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു 1.5 അധ്യായം മികവിനെ കുറിച്ച് എഴുതി വെച്ചിട്ടേ പാടുള്ളൂ എന്ന് പറയുന്നത് വലിയ പ്രിവിലേജ് അവകാശപ്പെടലാണ്. അത് മാധു മാത്രം ഇരുന്ന് ചർച്ച ചെയ്താൽ മതി, അത് മാധു മാത്രം ഇരുന്ന് ചർച്ച ചെയ്താൽ മതി. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കും, പിഴവ് മാത്രം ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. അല്ല, അങ്ങ് പിഴവിനെ കുറിച്ച് മിണ്ടുന്നില്ല, അങ്ങ് പിഴവിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഇതിപ്പോ നോക്കൂ, അങ്ങ് സംസാരിച്ചു തുടങ്ങിയിട്ട് അതിലേക്ക് ഞാൻ വരാം. വിളച്ചിലെടുക്കല്ലേ, ചോദിച്ചതിന് മറുപടി പറ. ഏത് കേസായാലും ശരി, ആ കേസിന്റെ മെറിറ്റ് പരിശോധിച്ചിട്ട് അതിനകത്ത് പിഴവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉചിതമായ നിലപാട് സ്വീകരിക്കാം, അതിൽ തർക്കമില്ല. പക്ഷേ മുസ്ലിം ലീഗിനെതിരായി ഒരു രാഷ്ട്രീയ വിമർശനം ആരെങ്കിലും ഉയർത്തിയാൽ അത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് BJPയുടെ നരേഷനാണ്. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ രക്ഷാപ്രവർത്തനം ഓമന പേരിട്ട് വിളിച്ച മുൻ മുഖ്യമന്ത്രി ഗൺമാൻമാരുടെ അതിക്രമത്തെ കുറിച്ചാണ് അങ്ങോട്ട് ചോദിച്ചത്. അങ്ങ് പറയുന്നു പോലീസിൽ സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ടാകും, അവരെ തെരഞ്ഞുപിടിച്ച് മുഖ്യമന്ത്രിയുടെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചൊന്നുമല്ലോ. അവിടെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്നൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരുന്നു. അതിൽ എന്ത് നടപടി ചോദിച്ചിട്ടും അങ്ങ് ഈ പറയുന്ന പോലീസിന്റെ പൊന്തൂവലുകളെ കുറിച്ചാണ് പറയുന്നത്. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയണ. എന്താ പറയേണ്ടത്? ഞാൻ എന്താ ചോദിക്കുന്നത്? മാധുവിന്റെ ചോദ്യം എന്താ? അതാണ് പ്രശ്നം. ചോദ്യം എന്നുള്ളതാണ്. ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ചോദിച്ചത്. ഡോക്ടർ ഗോപൻ, ഈ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ച അതൊരു ക്രിമിനൽ പ്രവർത്തനമാണ് എന്ന തരത്തിലുള്ള കുറ്റപ്പെടുത്തൽ ഉണ്ടെന്നും നടപടി സ്വീകരിക്കണമെന്നും അത് പോലീസിന്റെ പ്രതിച്ഛായക്കും അങ്ങ് ഏൽപ്പിച്ചുവെന്നും പരാമർശങ്ങൾ ഉണ്ടായിട്ട് അവർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിച്ചില്ല എന്നതാണ് പ്രധാനം. നടപടി സ്വീകരിച്ചോളൂ, തർക്കമില്ല. ആ ചാർജ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ നിഗമനം വെച്ചിട്ട് പുതിയ ഗവൺമെന്റ് നടപടി സ്വീകരിക്കാമല്ലോ. പഴയ ഗവൺമെന്റ് തർക്കം ഉണ്ടെങ്കിൽ മതിയല്ലോ മാധുവായിട്ട് തർക്കം. പഴയ ഗവൺമെന്റ് എന്ത് ചെയ്യുകയായിരുന്നു? അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അല്ല, പഴയ ഗവൺമെന്റ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പുതിയ ഗവൺമെന്റ് നടപടി സ്വീകരിക്കാം. പോലീസ് എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയം മാറുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതല്ല എന്നൊരു മിനിമം കൺസേൺ നമുക്ക് ആ സംവിധാനത്തെ കുറിച്ച് ഉണ്ടാവേണ്ടേ? ഇത്രയും കാലം, ഇതിപ്പോൾ കൊല്ലം എത്രയായി, ഇത്രയും കാലം എന്തുകൊണ്ട് ആ ദൃശ്യങ്ങളില്ല എന്ന് പോലീസിന് കോടതിയിൽ പോയി പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? നാടായ നാട് മുഴുവനും, ചാനലായ ചാനലുകൾ മുഴുവനും സംപ്രേഷണം ചെയ്ത ദൃശ്യങ്ങൾ പോലീസിന് മാത്രം കിട്ടിയില്ല എന്ന് പറയുന്നത് എന്തൊരു ഉത്തരവാദിത്ത രാഹിത്യമാണ്. അത് ചെയ്യാൻ കഴിയുന്നത് ആരുടെ തുണ കൊണ്ടാണ്? ഒരു മുഖ്യമന്ത്രി, ഇന്നിപ്പോ ഇതിനെ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാ. ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കുമ്പോൾ ഒരു ബഹുജന പ്രതിഷേധം ഉണ്ടായാൽ അത് മനസ്സിലാക്കാം. അവിടെ പോലീസിന് വണ്ടി നിർത്തുന്നതിന് പറ്റും, ഇറങ്ങി അത് പ്രതിരോധിക്കുന്നതിന് പറ്റും. പക്ഷേ ഇരുളിൽ നിന്നോ അല്ലെങ്കിൽ ഒളിവിൽ നിന്നോ ഏതെങ്കിലും 1-2 പേര് ചാടി പോലീസ് വാഹനത്തിന്റെ മുമ്പിൽ വീണാൽ, മുഖ്യമന്ത്രിയുടെ വണ്ടി ഇടിച്ച് മരിച്ചാൽ നിങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടാകാവുന്ന സംഭവങ്ങളൊക്കെ വെറുതെ അല്ല, നാട്ടുകാർ മുഴുവൻ താൻ മണ്ടനാണെന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം ഒരു സമീപനമല്ല അവിടെ സ്വീകരിക്കുന്നത്. സമരം നടത്തേണ്ടത് മാവോയിസ്റ്റുകൾ നടത്തുന്ന പോലെയല്ല സമരം നടത്തേണ്ടത്. അല്ല, ഞാൻ ന്യായീകരിക്കുന്നില്ല. ന്യായീകരിക്കുകയാണ് ഡോക്ടർ ഗോപൻ ചെയ്യുന്നത്, പച്ചയ്ക്ക് ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ മാസക്കൂലികൾ തന്നെ. ഞാൻ പറഞ്ഞല്ലോ, അതിൽ പോലീസുകാര് മാധു ഈ വഴക്കുണ്ടാക്കി എന്തിനാ ചർച്ച ചെയ്യുന്നത്? എന്റെ നിലപാട് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഒരു തരത്തിലുള്ള ജനവിരുദ്ധമായ സമീപനവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അംഗീകരിക്കുന്നവരല്ല. ഞങ്ങൾ ആരും അംഗീകരിക്കുന്നവരല്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. കാരണം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പോലീസ് പീഡനം കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും അനുഭവിച്ചിട്ടുള്ളത്. കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആൾ തന്നെയാണ് MLA ആയിരിക്കുമ്പോൾ പോലീസിന്റെ ഏറ്റവും കൂടുതൽ ഭീകരത അനുഭവിച്ചത്. MLA ആയിരിക്കുമ്പോഴാ, സഭാ അംഗമായിട്ടിരിക്കുമ്പോഴാ ഏറ്റവും കൂടുതൽ ഭീകരത അനുഭവിച്ചത്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ.
അടിയന്തരാവസ്ഥ കാലമാണ് രാഷ്ട്രീയ കേരളത്തിലെ ആഗ്രഹമാണ്, പോലീസ് ഏറ്റവും കൂടുതൽ രൗദ്ര മുഖഭാവത്തോടു കൂടി കേരളത്തിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ഇത് അനുഭവിച്ചവരാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊടിയ പോലീസ് മർദ്ദനം ഏറ്റിട്ടുണ്ട്. എന്നിട്ട് അവർ ആഭ്യന്തരം ഭരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായോ ആ വാക്ക് പിൻവലിക്കണം. ആ വാക്ക് പിൻവലിക്കണം. മാധു ശ്രീമതി മാധു ആ വാക്ക് പിൻവലിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ആക്രമിക്കുമെന്നോ? അല്ല അങ്ങനെ പറയാതെ അങ്ങനെ പറയാതെ സ്വാഭാവികമായിട്ട് ആക്രമിക്കുമെന്നോ? ആ വാക്ക് പിൻവലിക്കണം. അത് ശരിയല്ല. സ്വാഭാവിക സ്വാഭാവികമായും പ്രതിപക്ഷത്തായതുകൊണ്ട് ഡോക്ടർ ഗോപൻ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഇവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവനാലും പാക്കും. ഞാൻ പറഞ്ഞത് അതാണ് ഘടകവിരുദ്ധത എന്നാണ് പറഞ്ഞത്. കേട്ടോണ്ടിരിക്കുന്നതോട് ചോദിച്ചാൽ മതി. ശരി ഞാൻ പറയാം. കേട്ടോണ്ടിരിക്കുന്നതോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുകയും ചെയ്യാം ഡോക്ടർ ഗോപൻ. ഞാൻ മിണ്ടാതിരിക്കുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് സ്വാഭാവികമായും ഒന്ന് പറയട്ടെ. ഈ കിഴങ്ങനെ ഇതുപോലെ അങ്ങ് കൈകാര്യം ചെയ്താൽ മതി. സ്വാഭാവികമായും വി എസ് അച്യുതാനന്ദനും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കൾ കൊടിയ പോലീസ് മർദ്ദനം അനുഭവിച്ച രാഷ്ട്രീയത്തിന് സാക്ഷികളാണ്. അവരുടെ ജീവിതം, രാഷ്ട്രീയ ജീവിതം അങ്ങനെയാണ്. അവർ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോൾ, പിണറായി വിജയൻ MLA ആയിരുന്നപ്പോഴും കൊടിയ പോലീസ് മർദ്ദനമേറ്റ പിണറായി വിജയൻ ആഭ്യന്തരം ഭരിക്കുമ്പോൾ അങ്ങനെ സെല്ലിനുള്ളിൽ കിടന്ന് മനുഷ്യൻ ഇടിയേറ്റ് മരിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ബോധ്യം അതാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. തർക്കമില്ല, എനിക്ക് ഒട്ടും തർക്കമില്ല. ഞാൻ ശ്രീമതി മാധു പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ കയറി എന്ന് പറയുകയാണ്. ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ അനാവശ്യമായി ഒരാളും പോലീസിന്റെ ഭീകരത അനുഭവിക്കാൻ പാടില്ല. ആ നിലപാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിന് ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, മാത്രമല്ല അങ്ങനെ സംഭവിച്ചു എന്നതിനപ്പുറത്തേക്ക് അന്വേഷണത്തിലും ആ രക്ഷാപ്രവർത്തനം നടന്നു എന്നതാണ് പ്രശ്നം. ഡോക്ടർ ഗോപൻ എന്നെ തന്നെയാണ് കഴിയേണ്ടത്. അന്വേഷണത്തിലും ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് അത് പൂഴ്ത്തിവെച്ചു എന്ന ഇടത്താണ് വീണ്ടും എന്നിട്ട് അങ്ങ് പറയാണ്, ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയാണ് ഡോക്ടർ ഗോപൻ, അങ്ങ് പറയാണ് അങ്ങനെ സംഭവിച്ചെങ്കിൽ പുതിയ സർക്കാർ അന്വേഷിക്കട്ടെ എന്ന്. അത് രാഷ്ട്രീയമനുസരിച്ച് ഭരണം മാറുമ്പോൾ നീതിയുക്തമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് പോലീസ് സംവിധാനം എന്ന് എഴുതിയിട്ടുള്ളതിന് തുല്യമാണ്. എനിക്കതിൽ വലിയ മനോവേദനയുണ്ട് ഡോക്ടർ ഗോപൻ. ഒരു ജാതി വകകളാണോ? മാധുവിന്റെ അറിവിന്റെ മണ്ഡലത്തിലുണ്ടോ ഈ കൂത്തുപറമ്പ് വെടിവെപ്പ്? ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് പോലീസിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് അതിൽ ഉത്തരവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ആരാണ്? അത് പിന്നെ ശ്രീ പി കെ ഗോപൻ, എന്റെ അറിവിന്റെ മണ്ഡലത്തിൽ നിന്ന് ചോദിക്കുകയാണ്, അങ്ങ് പറയൂ. അല്ല, ആരായാലും പോലീസിന്റെ പേരിൽ നടപടി സ്വീകരിക്കാൻ പോലീസിനെ തുടർന്ന് എന്തൊക്കെ പോസ്റ്റ് ഇരുത്തണം എന്നുള്ള IPS കേഡേഴ്സ് ആണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവർക്ക് കോടതിയും ഉണ്ട്, അവരുടെ മുമ്പിൽ മറ്റു ചില നിയമപ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ഗവൺമെന്റ് ഇങ്ങോട്ട് മാറി വരുമ്പോൾ ഇപ്പൊ ഇവർ നേരത്തെ പ്രിയപ്പെട്ട ശ്രീ അനൂപ് പറഞ്ഞു ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ ഇരിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ട്രാൻസ്ഫറിന് നോംസ് കൊണ്ടുവന്നതാ. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്യാനും ചില ചെറിയ നടപടികളൊക്കെ സ്വീകരിക്കാനുമേ നിങ്ങൾക്ക് അധികാരമുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ ഞങ്ങൾക്ക് അധികാരമുള്ളൂ. അതുകൊണ്ട് കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്ത പോലീസിനെ തല്ലിക്കൊല്ലാനും സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരമൊന്നും സംസ്ഥാന ഗവൺമെന്റ്. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. ഒരു സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ പുതിയ അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകുമെന്നല്ലേ? അന്വേഷണവും നടപടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ പുതിയ സ്റ്റാർ ഇങ്ങനെ യൂണിഫോമിലേക്ക് കുത്തിച്ചേർക്കാൻ അവർക്കൊന്നും കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞുവെന്നേ ഉള്ളൂ. അല്ല, അതൊക്കെ കയറും ശ്രീമതി മാധു. സ്റ്റാർ സർക്കാരിന് മാത്രമായിട്ട് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ കഴിയാത്ത പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞത് വരുമ്പോൾ അന്വേഷണം വരും, താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുമെന്നൊക്കെ. ഷാജിയേട്ടാ ഇവിടെ അതും ചർച്ച ചെയ്തു. ലൈഫ് മിഷനും പയ്യത്തുംകാവും ഒക്കെ പറഞ്ഞാൽ ചർച്ച ചെയ്തത് എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അജണ്ടയ്ക്ക് എങ്ങനെ തലവെച്ച് തരാതിരുന്നോ അതുപോലെ തന്നെ ഈ സർക്കാരിന്റെയും അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കില്ല എന്ന് ഉറപ്പ് എനിക്ക് മിനിമം ഈ പണി ചെയ്യുമ്പോഴുണ്ട്. ഡോക്ടർ പി കെ ഗോപൻ, കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.